നമ്മളിപ്പോൾ ഉള്ളത് കൊട്ടാരക്കര ബസ് സ്റ്റാൻഡിലാണ്. നിങ്ങൾ എവിടുന്നാണ് വരുന്നത്? ബാംഗ്ലൂർ. ഇന്ന് രാത്രി എപ്പോൾ തിരിച്ചു? വൈകിട്ട് 5 മണിക്ക്. വൈകിട്ട് 5 മണിക്ക് തിരിച്ചു. എവിടെയാണ് സ്വദേശം? ഞാൻ കൊല്ലത്താണ് അല്ലേ? ഇനിയിപ്പം തിരുവനന്തപുരത്ത് പോയിട്ട് രാത്രി പോവോ? ഇല്ല, ഇന്നിപ്പോ തിരിച്ച് റെസ്റ്റാണ്, ഓഫാണ്. നാളെ വീണ്ടും പോകും. വൈകുന്നേരം എപ്പോഴാണ് ഇവിടുന്ന് അങ്ങോട്ട്? ഇവിടുന്ന് വൈകിട്ട് 3 മണിക്ക് ട്രിവാൻഡ്രത്തുനിന്ന്. 3 മണിക്ക് ട്രിവാൻഡ്രത്ത് പോകും. എങ്ങനെയുണ്ട്? യാത്രക്കാരൊക്കെ ഉണ്ടോ? ധാരാളം കൺഫേം, കുഴപ്പമില്ല. കൺഫേം ആണ്. അത്യാവശ്യം വണ്ടി ഓടുന്നുണ്ട്. അപ്പോൾ ഈ KSRTC നമ്മൾ KSRTC പ്രൊമോട്ട് ചെയ്യാന്ന് പ്രേക്ഷകർ വിചാരിച്ചോളൂ. ഇതൊരു പൊതുമേഖലാ സംരംഭം നിലനിൽക്കേണ്ടത് നമ്മുടെ ആവശ്യം. ഇത് സ്വിഫ്റ്റ് ആണോ KSRTC? അല്ലല്ല, നമ്മുടെ KSRTC. ചേട്ടാ KSRTC ആണോ സ്വിഫ്റ്റ് ആണോ? KSRTCയുടെ റെഗുലർ ആളാണ്. അപ്പോൾ KSRTC സ്വിഫ്റ്റിനെയും ഒക്കെ നിലനിർത്തുക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്. കൂടുതലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ വാഹനങ്ങൾ നിൽക്കണം. ധാരാളം ആളുകൾ നിൽക്കുന്നു. ചേട്ടാ പറഞ്ഞോ, ധൈര്യം പറഞ്ഞോ. ലോട്ടറി കച്ചവടമാണ്, ഒറ്റയ്ക്കേ ഉള്ളൂ. എല്ലാം കണ്ട് ഇങ്ങനെ വിഷമത്തിൽ ജീവിക്കും, ആരുമില്ല സഹായിക്കാൻ. ആണോ? പെൻഷൻ കിട്ടുന്നില്ലേ? ഒന്നുമില്ല, ഒരു ഗുണാപ്പുമില്ല. ആണോ? ഒന്നുമില്ല, ആരുമില്ല. ഇപ്പൊ 7 മാസമായിട്ട് പെൻഷൻ കുടിശ്ശിക ഒന്നുമില്ല. ബന്ധക്കാർ അവിടുന്നാ വരുന്നത്, ആരുമില്ല. വീടെല്ലാം പോയി കിടക്കുക. സർക്കാർ ലൈഫിൽ ആരും ഒന്നുമില്ല, ആരും തരത്തില്ല. എത്ര മണിക്ക് വരും രാവിലെ? ഞാൻ രാവിലെ 7 മണിക്ക് വരും. എത്ര മണിക്ക് പോകും? വൈകിട്ട് 7:30 ആവും. അത്രയും 12 മണിക്കൂർ നിന്നാ എത്ര ലോട്ടറി? ഒന്നും പറയണ്ട. ടിക്കറ്റിന് പ്രൈസും ഇല്ല, ഒന്നുമില്ല. ടിക്കറ്റ് അടിച്ചിരുന്നെങ്കിൽ ആൾക്കാരെടുത്ത്. എങ്ങനെ പോകുന്നു ചേട്ടാ? എവിടെയാണോ? കൊട്ടാരക്കരയാണോ വീട്? തലവൂർ പഞ്ചായത്താണ് അല്ലേ? എങ്ങനെ പോകുന്നു ജീവിതമൊക്കെ? ഇങ്ങനെയൊക്കെ പോകുന്നു. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ പറഞ്ഞോ? നമ്മുടെ ഗണേഷ് കുമാർ എൻ്റെ മന്ത്രിയാണ്. എൻ്റെ അടുത്തുള്ളവർ, എൻ്റെ ഏറ്റവും അടുത്ത പരിചയമുള്ള ആളാണ്. പാർട്ടി നോക്കാൻ ഗണേഷ് കുമാറിനൊരു പാർട്ടിയുണ്ട്. അത് നമ്മൾ മറ്റു പാർട്ടി നോക്കണ്ട. ഗണേഷ് കുമാർ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു. അത് പാർട്ടി നോക്കണ്ട, ജനങ്ങൾക്ക് നല്ലത് ചെയ്യുക. അതാണ് വേണ്ടത്. മന്ത്രി വന്നതിന് ശേഷം മാറ്റം ഉണ്ടാവുന്നുണ്ട്. നമ്മുടെ ഈ മാവേലിക്കര മണ്ഡലത്തിലല്ലേ ചേട്ടന്റെ വോട്ട്? കുടിക്കുന്നൂർ സുരേഷാണോ, അരുൺകുമാറാണോ, ബൈജു കലാശാലയാണോ? അടുത്ത മത്സരമായിരിക്കും. ഭക്ഷണമൊക്കെ കഴിച്ചു രാവിലെ? എന്ത് കഴിച്ചു രാവിലെ? ഞാൻ രാവിലെ കാപ്പി കുടിച്ചു. ദോശയൊക്കെ കഴിച്ചു അല്ലേ? ഉഷാറായി. നമ്പർ തരാം. നമ്പർ തരാം കേട്ടോ. ആവശ്യമാണ്. നമ്പർ തരാം. ലൈവാ കഴിഞ്ഞിട്ട് തരാം. നമ്പർ കൊടുത്തേക്കാം തെളിവ്. ഓക്കെ. എവിടെ പോകുന്നു രാവിലെ? ഡ്യൂട്ടി എവിടെയാ? പത്തനംതിട്ട മിൽമയിലാണ്. മിൽമ എങ്ങനെ പോകുന്നു? നന്നായി പോകുന്നില്ലേ കച്ചവടമൊക്കെ? നന്നായിട്ട് പോകുന്നു. എവിടെയാ സ്വദേശം? ഓടനാവട്ടം. അപ്പോൾ അതായത് മാവേലിക്കര മണ്ഡലം. മൊത്തത്തിൽ എങ്ങനെയാണ് രാഷ്ട്രീയ അന്തരീക്ഷം? കൊടിക്കുന്നിൽ സുരേഷ് സാധ്യതയുണ്ട്. തുടർച്ചയായി കൊടിക്കുന്നിൽ സുരേഷിന്റെ ഒരു അനുഭവ പരിചയം മണ്ഡലത്തിന് വേണം അല്ലേ? കൊടിക്കുന്നിൽ സുരേഷ് എന്താണെന്ന് മാവേലിക്കരയുടെ ജനങ്ങൾക്കറിയാം. അതാണ് ഒരു ചെറുപ്പക്കാരന്റെ ഒരു പ്രതികരണമാണ്. എവിടെയാ ചേട്ടാ വീട്? ഹായ്, തിരുവനന്തപുരത്ത് എവിടെ? പത്തനംതിട്ടയാണ് തറവാട്. തിരുവനന്തപുരത്താണ് സ്വദേശം. വോട്ട് എവിടെയാ? വോട്ട് ഓബിയസ്ലി ട്രിവാൻഡ്രമാണ്. ട്രിവാൻഡ്രത്ത് എങ്ങനെയാ തിരുവനന്തപുരത്ത് ഒരു സാധ്യത? ഫൈൻ. ഐ ആം എ റിട്ടയർഡ് ഡിഫൻസ് ഓഫീസർ. ശരി. ആർമിയിലായിരുന്നോ? അതെ. ശരി. എന്താ മൊത്തത്തിൽ ശശി തരൂർ, രാജീവ് ചന്ദ്രശേഖർ, പന്തിന്റെ obviously, Shashi Tharoor has got a chance over there. കാൻഡിഡേറ്റിന്റെ ഒരു പ്രത്യേകത അല്ലേ? ശശി തരൂർ ലീഡർഷിപ്പ് ആൻഡ് പേഴ്സണൽ ക്വാളിറ്റി. He's been a prominent, kind of chap, as you know. അദ്ദേഹത്തിന് എന്തോന്ന് പറയാനുണ്ട്? ആർക്കാ പറയാനുള്ളത്? നമ്മുടെ ഡ്രൈവർക്ക്. ബാംഗ്ലൂരിൽ നിന്ന് ഓടിച്ചു വന്ന ഡ്രൈവറാണ്. അപ്പോൾ നമുക്ക് ഡ്രൈവറെ ഒന്ന് പരിചയപ്പെടാം. എന്താ ചേട്ടാ, ബാംഗ്ലൂരിൽ നിന്ന് ഓടിച്ചു വന്നാണോ? എത്ര മണിക്ക് വളയം പിടിച്ചു തുടങ്ങി? നിങ്ങൾ രണ്ടുപേരും ഓടിക്കുന്നില്ല? ഞങ്ങൾ രണ്ടുപേരും മാറി ഓടിക്കുന്നത്. ഞങ്ങൾ ഇന്നലെ 6 മണിക്ക് അവിടെ നിന്ന് വണ്ടി എടുത്താണ്. ഇനിയിപ്പോ ലേറ്റ് ആണോ നേരത്തെ എത്തിയോ? എന്നും ലേറ്റായി. ഇത് റോഡിലെ ഹെവി ട്രാഫിക് ആണ്. പക്ഷെ അപ്പം ഈ യാത്രക്കാർക്ക് ബാംഗ്ലൂരിൽ നിന്ന് സിറ്റിയിൽ നിന്ന് പുറത്ത് കിടക്കുമ്പോൾ തന്നെ നമുക്ക് 1.5 മണിക്കൂറോളം ലേറ്റ് ആവും അവിടുത്തെ ട്രാഫിക്. അതെന്താ പിന്നെ നമുക്ക് ഈ ടൈമിൽ ഇത് കാണിച്ചൂടെ? അത് ഭയങ്കര വിഷയമാണ്. കാരണം ഇപ്പൊ നമുക്ക് ഇവിടെ കാത്തു നിൽക്കുന്ന യാത്രക്കാർക്ക് എപ്പോഴും വണ്ടി ലേറ്റ് ആയിട്ട് ഒരുപാട് നമ്മുടെ പ്രശ്നമല്ല. അതെന്ന് വെച്ചാൽ റോഡിലെ തിരക്കാണ്. കാര്യം ബാംഗ്ലൂരിൽ നമുക്ക് സാറ്റലൈറ്റിൽ നിന്ന് വണ്ടി എടുത്തിട്ട് ഒസൂർ എത്തണമെങ്കിൽ ഏറ്റവും കുറഞ്ഞ 2 മണിക്കൂർ എടുക്കും. ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു? ശമ്പളത്തിന്റെയാണ് നമ്മുടെ ഏറ്റവും വലിയ. ഞാനിപ്പോ ഇവരോട് സംസാരിച്ചു. ഈ മാസം ശമ്പളം ഇതുവരെയും കിട്ടിയില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുത്തിട്ട് ബംഗാളികൾക്ക് പോലും വൈകുന്നേരം ആകുമ്പോൾ പണിയെടുത്ത് കഴിഞ്ഞാൽ പൈസ. ബാംഗ്ലൂരൊക്കെ പോയാൽ അവിടുത്തെ ജീവിത ചെലവ് തീർച്ചയായിട്ടും ഞങ്ങൾക്ക്. അപ്പോൾ എല്ലാവർക്കും ഈ പ്രശ്നമുള്ളത്. ഇപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് വണ്ടി ഓടിച്ചു വന്ന ഡ്രൈവറും നമ്മുടെ കൂടെയുള്ള സഹായിയുമാണ്. രണ്ടുപേരും ഒരുമിച്ചാണ് ഈ വാഹനത്തെ നിയന്ത്രിക്കുന്നത്. അവർക്കൊന്നും ശമ്പളം കിട്ടിയിട്ടില്ല. അപ്പോൾ മിനിസ്റ്റർ KB ഗണേഷ് കുമാർ ഇത് കാണുന്നുണ്ടാവും എന്നാണ് നമ്മുടെ വിശ്വാസം. അപ്പോൾ നമ്മളിപ്പോൾ കൊട്ടാരക്കരയിൽ നിന്നാണ് ഞാനും ജാക്കിയും പ്രേക്ഷകർക്കൊപ്പം വിട പറയാൻ പോകുന്നത്. അപ്പോൾ